IPL 2025 പ്ലെയർ റിട്ടൻഷൻ പോളിസി പുറത്തു വന്നിരിക്കുകയാണ്. ഒട്ടേറെ പുതിയ നിയമങ്ങളും ഇത്തവണ BCCI കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾ മുന്നോട്ട് വെച്ച ചില പ്രധാന നിർദ്ദേശങ്ങളും അംഗീകരിച്ചു. പരമാവധി 6 താരങ്ങളെ വരെ ടീമുകൾക്ക് ഓപ്ഷന് മുന്നോടിയായി റീറ്റെയിൻ ചെയ്യാം. ആരെയും നിലനിർത്തുന്നില്ലെങ്കിൽ RTM-ആയി 6 താരങ്ങളെ ലേലത്തിൽ തിരികെ എത്തിക്കാനും അവസരമുണ്ട്. പരമാവധി 5 ക്യാപ്ഡ് പ്ലേയേഴ്സിനെ വരെ നിലനിർത്താം. അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ ലിമിറ്റ് പരമാവധി 2 ആണ്. നിലനിർത്തുന്ന ക്യാപ്ഡ് പ്ലേയേഴ്സ് ഇന്ത്യൻ താരങ്ങളോ വിദേശ താരങ്ങളോ ആകാം. അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ ഡെഫിനിഷനിലും BCCI മാറ്റങ്ങൾ വരുത്തി. ചെന്നൈയുടെ പ്രധാന ആവശ്യം അവർ അംഗീകരിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഒറ്റ ഇന്റർനാഷണൽ മാച്ചുകൾ പോലും കളിക്കാത്തവരും ഇനി അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ കാറ്റഗറിയിലുണ്ടാകും. MS ധോണി ചെന്നൈക്ക് വേണ്ടി 2025-ലും കളിക്കുമെന്ന് ഇതോടെ ഉറപ്പായി. 120 കോടിയാണ് ഇത്തവണത്തെ ഓപ്ഷന്റെ പേഴ്സ് ബാലൻസ്. കളിക്കുന്ന ഓരോ മാച്ചിനും 7.5 ലക്ഷം രൂപ മാച്ച് ഫീസായും കളിക്കാർക്ക് ലഭിക്കും. ഇത്തവണത്തെ ഓപ്ഷന് രജിസ്റ്റർ ചെയ്യാത്ത താരങ്ങൾക്ക് അടുത്ത വർഷത്തെ മിനി ഓപ്ഷനും രജിസ്റ്റർ ചെയ്യാനാകില്ല. ലേലത്തിൽ പങ്കെടുത്ത ടീമിന്റെ ഭാഗമായി പിന്നീട് പിന്മാറുന്ന വിദേശ താരങ്ങൾക്ക് 8ന്റെ പണിയും ഇത്തവണ IPL ബോർഡ് നൽകിയിട്ടുണ്ട്. പിന്മാറുന്ന കളിക്കാർക്ക് അടുത്ത 2 വർഷത്തേക്ക് IPL നിന്ന് വിലക്കേർപ്പെടുത്തും. ഫ്രാഞ്ചൈസികൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു കളിക്കാരുടെ പിന്മാറ്റം. ഇംഗ്ലണ്ട് താരങ്ങളാണ് പ്രധാന വില്ലന്മാർ. ഇനി എന്തായാലും ഈ കാര്യത്തിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇമ്പാക്ട് പ്ലെയർ നിയമം ഈ സീസണിലും തുടരും. കൂടുതൽ IPL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.